Okay, first of all, read the question. A shaft is supported in bearings 600 millimeter apart. നമ്മളൊരു ഷാഫ്റ്റ് വരയ്ക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ എ ഷാഫ്റ്റ്. ഷാഫ്റ്റ് ബിയറിങ്ങിലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബിയറിങ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എത്രയാ 600 mm. ഇറ്റ് ക്യാരീസ് എ പുള്ളി ഓഫ് ഡയമീറ്റർ. ഇത് ഞാൻ ഈ പോയിന്റ് എ എന്ന് കൊടുക്കുന്നു, ഈ പോയിന്റ് ബി എന്ന് കൊടുക്കുന്നു. ഇറ്റ് ക്യാരീസ് എ പുള്ളി ഓഫ് ഡയമീറ്റർ 500 mm അറ്റ് 250 mm ടു ദി റൈറ്റ് ഓഫ് ലെഫ്റ്റ് ബിയറിംഗ്. അതായത് ലെഫ്റ്റ് ബിയറിംഗ് ഏതാ? ഇതിന് 250 mm മാറിയിട്ട് ഇവിടുന്ന് 250 മാറിയിട്ട് ഇവിടെ എന്താ ഉള്ളത്? ഒരു പുള്ളിയുണ്ട് അല്ലേ? ഓക്കെ, ഈ പുള്ളിയുടെ ഡയമീറ്റർ എത്ര? 500. And another pulley of diameter 380 mm at 130 mm to the right of right bearing. അപ്പോൾ റൈറ്റ് ഓഫ് റൈറ്റ് ബിയറിംഗ് എന്ന് പറയുമ്പോൾ എവിടെ ആയിട്ട് വരും? ഇത് റൈറ്റ് ബിയറിംഗ്. റൈറ്റ് ബിയറിങ്ങിൻ്റെ ലെഫ്റ്റ് ഇതാ. റൈറ്റ് എന്ന് വെച്ചാൽ എവിടെ വരും? എങ്ങനെ വരയ്ക്കും അപ്പം? അപ്പോൾ ഇങ്ങോട്ട് 130 mm കാണിക്കണം. എന്നിട്ട് ഇതെന്തോ എടുക്കുക, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ ഒരു പുള്ളി വരയ്ക്കുന്നത്. അതിൻ്റെ ഡയമീറ്റർ എത്ര? ഡയമീറ്റർ എത്ര? 380. ഈ പുള്ളിനെ സി പുള്ളി കൊടുക്കുന്നു, ഈ പുള്ളിനെ ഡി എന്ന് പറഞ്ഞ പുള്ളിന്ന് കൊടുക്കുന്നു അല്ലേ? അടുത്ത എന്താണ്? ഇത് ബെൽറ്റ് ഡ്രൈവ് ഇൻ്റെ പുള്ളി, ലെഫ്റ്റ് പുള്ളി മീൻസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ലെഫ്റ്റ് പുള്ളിയിലുള്ള ബെൽറ്റ് ഡ്രൈവ് എങ്ങനെയാണ്? ലെഫ്റ്റ് പുള്ളി ഏതാണ്? ഇത്. അപ്പോൾ നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോഴത്തേന് ആദ്യമേ വലിയ പുള്ളി ഏതാ? ഇത് സൈഡ് വ്യൂ വരയ്ക്കുക. അപ്പം വലിയ പുള്ളി സി എന്ന് പറയുന്ന പുള്ളി അല്ലേ? അതിന് നടുക്കെന്താണ്? ഷാഫ്റ്റ്. അപ്പം ലെഫ്റ്റ് പുള്ളിയുടെ ഡ്രൈവ് എങ്ങനെയാണ്? ലെഫ്റ്റ് പുള്ളിയുടെ ഡ്രൈവ് എങ്ങനെയാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ്. അപ്പോൾ ടെൻഷൻ എങ്ങനെ മാർക്ക് ചെയ്യാം? T1 T2 മാർക്ക് ചെയ്യാമല്ലോ. മാർക്ക് ചെയ്യാമോ? ഇത്രയും സംശയമുണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇത്രയും ആർക്കെങ്കിലും സംശയമുണ്ടോ? കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നില്ല? പോയോ? ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഹലോ, റെസ്പോണ്ട് ചെയ്യുന്ന. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? ലെഫ്റ്റ് പുള്ളിയുടെ ഡൗൺവേർഡ് ആണ്. വൈൽ ദാറ്റ് ഓഫ് റൈറ്റ് പുള്ളി ഈസ്, റൈറ്റ് പുള്ളി ഡ്രൈവ് എങ്ങനെയാ? റൈറ്റ് പുള്ളി ഏതാ? ഇത്. അപ്പോൾ ഈ റൈറ്റ് പുള്ളി ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഡി എന്ന് പറഞ്ഞ പുള്ളി. ഇതിന് ഡ്രൈവ് എങ്ങോട്ടാ പറഞ്ഞേ? ഹൊറിസോണ്ടൽ അല്ലേ? അപ്പോൾ എങ്ങോട്ട് കാണിക്കണം? ഇങ്ങനെ കാണിക്കാവോ? ഓക്കെ, അടുത്തെന്ത് വന്നേക്കുന്നത്? ഇത് മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് നോട്ട് ടു എക്സീഡ് 42 MPa. അപ്പോൾ എത്രയാണ്? ടോ മാക്സ് ഇസിക്കൽ ടു ടോ മാക്സ് എത്ര? പിന്നെ മാക്സിമം ടെൻഷൻ
ഇൻ ദി സ്മാളർ പുള്ളി. സ്മോൾ പുള്ളി ഏതാ? സ്മോൾ പുള്ളി ഏതാ? ഡി അല്ലേ? ആ പറഞ്ഞു. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, സ്ക്രീൻ കാണുന്നില്ല. വെയിറ്റ്. സ്ക്രീൻ കാണാൻ ഞാൻ പ്രസൻറ്റേഷൻ ഇവിടെ ഇട്ടേക്കുവാണല്ലോ, കാണുന്നില്ല. ഇപ്പം കാണുന്നില്ല. എന്ത് പറ്റി? ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ എടുത്ത് എഴുതി. സി എന്ന് പറഞ്ഞ പുള്ളിയുടെ ഡ്രൈവ് താഴോട്ടാണ് ടെൻഷൻ T1 T2 താഴോട്ട് കാണിച്ചു. ഡി എന്ന് പറയുന്ന പുള്ളിയുടെ ഡ്രൈവ് ഹൊറിസോണ്ടലാണ്, T3 T4 ഹൊറിസോണ്ടലി കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് കോവിഷൻ ഓഫ് ഫ്രിക്ഷൻ വന്നിട്ടുണ്ട്, തീറ്റ വന്നിട്ടുണ്ട്. സ്മോളർ പുള്ളിയുടെ ടെൻഷൻ, മാക്സിമം ടെൻഷൻ. സ്മോളർ പുള്ളി എന്ന് പറയുമ്പോൾ ഡി എന്ന് പറഞ്ഞ പുള്ളിയാണ്, അവിടുത്തെ മാക്സിമം ടെൻഷൻ. T3 T4 ആണ് ടെൻഷൻ ഉണ്ട്. T3 നമ്മൾ മാക്സിമം ടെൻഷൻ എടുക്കുന്നു, അത് കിട്ടി. പിന്നെ ടോമാക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനകത്ത്, കഴിഞ്ഞ ക്വസ്റ്റ്യനകത്താണ് എന്തൊക്കെ ഉണ്ടായിരുന്നു? ടോമാക്സും സിഗ്മ മാക്സും ഉണ്ടായിരുന്നു അല്ലേ? ടോമാക്സും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിഗ്മ മാക്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ഡയമീറ്റർ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡയമീറ്റർ അല്ലെങ്കിൽ വലിയ ഡയമീറ്ററാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്തില്ല? ടോമാക്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട, പകരം എന്ത് വെച്ച് മാക്സ് കണ്ടുപിടിച്ചാൽ മതി? ടോമാക്സ് വെച്ചിട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ടോമാക്സ് വെച്ചിട്ടുള്ള ഫോർമുല എന്തുവാ? ഡയമീറ്ററിൻ്റെ ഫോർമുല എന്തുവാ? ASME തിയറി അനുസരിച്ചുള്ള ASME കോഡ് അനുസരിച്ച് ടോമാക്സ് വെച്ചുള്ള ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്ററിൻ്റെ ഫോർമുല എന്തുവാ? ടോമാക്സിൻ്റെ വെച്ചിട്ടുള്ള ടോമാക്സ് എന്ന് വെച്ചാൽ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അനുസരിച്ച് ഡയമീറ്റർ ഉണ്ടെങ്കിലുള്ള ഫോർമുല എന്തുവാ? D = 16 by Tomax into √Cm m the whole square plus Ct = 1/3 അല്ലേ? ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? CM നമുക്ക് അറിയത്തില്ല, CT അറിയത്തില്ല, M അറിയത്തില്ല, T അറിയത്തില്ല. ഇത് കണ്ട് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തും അസ്യൂം ചെയ്യുന്നത്? സ്റ്റഡി ലോഡായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ CMൻ്റെ CTൻ്റെ വാല്യൂ നമുക്കറിയോ? CMൻ്റെ സ്റ്റഡി ലോഡ് അസ്യൂം ചെയ്തപ്പോൾ CMൻ്റെ CTൻ്റെ വാല്യൂ എത്ര കിട്ടും? CMൻ്റെ പേജ് നമ്പർ 56 ടേബിൾ 3.1 അത് CMൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1.5. CTയുടെ വാല്യൂ 1 കിട്ടും. അത് ഓക്കെ. ഇനി നമുക്ക് M വേണം, T വേണം. ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വല്ലതും തന്നിട്ടുണ്ടോ? ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് നോക്കിയേ, ടോർക്ക് കണ്ടുപിടിക്കാൻ വല്ല ഹാനങ്ങൾ വല്ലതും തന്നിട്ടുണ്ടോ? പവറോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഏത് ടെൻഷൻ അറിയാവുന്നത്? ടെൻഷൻ T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്, T4 ഉണ്ട്. ഏത് ടെൻഷൻ അറിയാവുന്നത്? T3യുടെ ടെൻഷൻ അറിയാം. അപ്പോൾ T3 T4 കൂടെ ഉള്ള കോമ്പിനേഷൻ റിലേഷൻ എടുത്തേ, എന്ത് വരും? T3 ഡിവൈഡ് ബൈ T4 = mu theta. ഈ mu അറിയാം, തീറ്റ അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? T3യുടെ വാല്യൂ നമുക്കറിയാം. അവിടെ നമുക്ക് എന്ത് കിട്ടും? T4ൻ്റെ വാല്യൂ കിട്ടും. കണ്ടുപിടിച്ചേ T4ൻ്റെ വാല്യൂ. T4ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്.
ഓക്കെ, അപ്പോൾ നമുക്ക് T4 കിട്ടി, നമുക്ക് T3 T4. ഇത് ടോർക്കിൻ്റെ ഫോർമുല TD, നമ്മൾ D എന്ന് പറയുന്ന പുള്ളി ടോർക്ക് TD = T3 - T4 × RD ഉപയോഗിച്ചിട്ട് നമ്മൾ TDയുടെ വാല്യൂ എത്ര കിട്ടി? 63 പറ 63 7.80 into 10. 637,609.5. 637 609.5. ഓക്കെ, ഇത്രയും കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എത്രയൊക്കെ പുള്ളിയുണ്ട്? 2 പുള്ളി. ഏതൊക്കെ പുള്ളിയാണ്? പുള്ളിയുടെ പേരെന്തൊക്കെയാണ്? പുള്ളിയുടെ പേരെന്തുവാ? C എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, D എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചത്? D എന്ന് പറഞ്ഞ പുള്ളിയുള്ള ടോർക്കാണ് കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ടോ? TDയും TCയും ഈക്വലാന്ന് തന്നിട്ടുണ്ടോ? വായിച്ചു നോക്കി, എവിടെയും തന്നിട്ടുണ്ടോ? TD TC ഈക്വലും തന്നിട്ടുണ്ടോ? TD and TC ഈക്വലെന്ന് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു? നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അസ്യൂം ദാറ്റ് TD = TC അല്ലേ? ഇപ്പോൾ TDയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇപ്പോൾ TCയുടെ വാല്യൂ എന്തുകൊണ്ടായിരിക്കും? 63 എന്തായിരിക്കും? 63760. ഈ വാല്യൂവിന് കിട്ടും. അപ്പോൾ TC കിട്ടി. ഇപ്പോൾ TC കിട്ടിക്കഴിഞ്ഞാൽ TCയുടെ ഫോർമുല എന്തുവാ? TCയുടെ ആക്ച്വൽ ഫോർമുല എന്തുവാ? TC കണ്ടുപിടിക്കണം. C എന്ന് പറഞ്ഞ പുള്ളിയിലുള്ള ടെൻഷൻസ് എന്തൊക്കെയാണ്? T1 ഉം T2. അപ്പോൾ TC എങ്ങനെ എഴുതാം? T1 - T2 × RC എന്ന് എഴുതാം അല്ലേ? പക്ഷെ നമുക്ക് T1 അറിയത്തില്ല, T2 അറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കാൻ പറ്റും? T1 ഉം T2 തമ്മിലുള്ള റിലേഷൻ എന്താണ്? T1 / T2 = e⁻μθ. അപ്പോൾ T1 = T2 × e⁻μθ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മ്യൂ അറിയാം, തീറ്റ അറിയാം, T2 അറിയത്തില്ല. ഈ T1നെ എങ്ങോട്ട് ഇട്ട് കൊടുക്കണം? ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് TCയുടെ വാല്യൂ നമുക്ക് അറിയാം. എന്തിൻ്റെ വാല്യൂവാണ്? ഈ സെയിം വാല്യൂവാണ്. T1ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് T2ൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ കിട്ടും. T2 കണ്ടുപിടിച്ച് എന്നിട്ട് നമുക്ക് T1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ T1 T2 കണ്ടുപിടിച്ച് T1 ഉം T2 കണ്ടുപിടിച്ച് T1 T2 മനസ്സിലായില്ല? ഓക്കെ, നമുക്ക് TC കിട്ടി. നമുക്ക് TD കിട്ടിയില്ലേ? TD എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒരു മിനിറ്റ്. മാനുഫാക്ചറിങ് അപ്പോൾ TDയുടെ വാല്യൂ എന്തിനോട് ഈക്വലാണ്? TCയോട് ഇടുക. C എന്ന് പറഞ്ഞ പുള്ളിയിലുള്ള ടെൻഷൻസ് എന്തൊക്കെയാണ്? T1 ഉണ്ട്, പറഞ്ഞേ. T1 ഉണ്ട്, T2 ഉണ്ട്. അപ്പോൾ നമുക്ക് ടോർക്ക് ഓൺ C എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? T1 - T2 × സിയുടെ റേഡിയസ് RC അല്ലേ? TCയുടെ വാല്യൂ അറിയാം, പക്ഷേ T1നും T2ൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അതിന് പകരം നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ്? T1 / T2 = നമുക്ക് എന്തോ അറിയാം? T1 / T2 എന്തുവാ? അപ്പോൾ ഇതിനകത്തുനിന്ന് T1ൻ്റെ വാല്യൂ എന്തുവാ? T1 = T2 × e⁻μθ എന്ന് കൊടുക്കുന്നത് ഇല്ലേ? ഈ T1 എടുത്തിട്ട് എങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു? കൊണ്ടെടുക്കും. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ T2 ആകും. T2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇപ്പോൾ T2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ T2 എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇവിടുന്ന് T1ൻ്റെ വാല്യൂ കിട്ടും. കണ്ടുപിടിച്ച് T1 T2 എത്ര കണ്ടുപിടിച്ച് പറഞ്ഞേ. സാറേ T2 1634.89 ആണ്. T2
34.89. 16 ഇതിനകത്ത് കിടക്കുന്ന ആൻസർ 1629 ആണ്. 163480. അതെ സാർ 1629 അതെ സാർ 162 ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ 1629 ആണ്. T1 എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ 4180 ആണ്. അതെ സാർ കിട്ടിയോ? T1 T2 കിട്ടിയോ? T1 ആ ഇനി നമുക്ക് നമുക്ക് എം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എം കണ്ടുപിടിക്കണം. ഏതൊക്കെ എം കണ്ടുപിടിക്കണം? MC-യും കണ്ടുപിടിക്കണം, MD-യും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിനകത്തുനിന്ന് എന്തെടുക്കണം? മാക്സിമം വാല്യൂ എടുക്കണം. മാക്സിമം വാല്യൂ ഓഫ് MC MD കണ്ടുപിടിക്കുക. അപ്പോൾ MC MDയും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ വരയ്ക്കണം? ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഡയറക്ഷനിലുണ്ട് ടെൻഷൻസ്. ഒന്ന് ഹൊറിസോണ്ടൽ ഡയറക്ഷനുണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷനുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് വരയ്ക്കാൻ പോകുന്നത്? ഓക്കെ, ഞാൻ ഇതിൻ്റെ 3 ഡയമെൻഷൻ ഫിഗർ വരയ്ക്കാം ആദ്യമേ. ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇതെൻ്റെ ബി എന്ന് പറയുന്ന പോയിന്റ്. എന്നിട്ട് ഇവിടെ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ പേരാണ് സി എന്ന് പറയുന്ന പുള്ളി. ആ പുള്ളിക്ക് എങ്ങോട്ടാ ടെൻഷൻ? T1 T2 എങ്ങോട്ടാ? താഴോട്ട് അല്ലേ? അപ്പോൾ താഴോട്ടെന്ന് പറയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും? വെർട്ടിക്കലാണ് വരയ്ക്കുന്നത്. റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും? RAB മുകളിലോട്ട്. ഇവിടുത്തെ റിയാക്ഷൻ എങ്ങോട്ടായിരിക്കും? RBV മുകളിലോട്ട്. ഇപ്പോൾ ലോഡ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേന് എങ്ങനെ വരയ്ക്കണം? എ എന്ന് പറയുന്ന പോയിന്റ്, പിന്നെ ബി ഇവിടെ വരും, സി ഇവിടെ വരും, ഡി ഇവിടെ വരും അല്ലേ? എയിൽ എന്തോ ഉള്ളത്? എയിൽ എന്താണുള്ളത്? ഇവിടെ വെർട്ടിക്കൽ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ എയിൽ എന്താ ഉള്ളത്? നിനക്കിത് മനസ്സിലാവും? പറഞ്ഞു. ഈ വരച്ച് വെച്ചെങ്ങനെ മനസ്സിലാവും? ഈ ഫിഗർ മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? RAV ഉണ്ട് അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? RBV. ഡി പിന്നെ സിയിലല്ലേ വെർട്ടിക്കൽ? അപ്പോൾ സിയിൽ എന്തുകൊണ്ട്? താഴോട്ട് T1 plus T2. ഇനി നമ്മൾ എന്ത് എടുക്കുന്നത്? ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എക്ക് അബൌട്ട് മൊമെന്റ് എടുക്കുമ്പോൾ എന്ത് വരും? RAV ഇൻറ്റു 0 മൈനസ് ഓഫ് T1 പ്ലസ് T2 ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? 250. പിന്നെ നെക്സ്റ്റ് മുകളിലോട്ടല്ലേ? പ്ലസ് RBV ഇൻറ്റു 600 ഇല്ലേ? പിന്നെ ഡിയിലെ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ. ഈസിക്കൽ ടു 0. ഇതിനകത്ത് നമുക്ക് RAVയുടെ 0 അല്ലേ? 0 ആയി പോകും. അപ്പോൾ ഇതിനകത്ത് എന്ത് കിട്ടും? RBV കിട്ടും. RBV എത്ര കിട്ടും നോക്കി? RBVയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് ചെക്ക് ചെയ്ത്. കഴിഞ്ഞ പ്രോബ്ലം ചെയ്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 2 പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എക്സാമിനേഷന് 15 മാർക്സ് ഗ്യാരണ്ടിയാണ്. ഓക്കെ, എത്ര കിട്ടി RBVയുടെ വാല്യൂ? ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞോ. എടാ ഇത് മുകളിലോട്ടല്ലേ? ഇത് പോസിറ്റീവ്. ഇത് മുകളിലോട്ടല്ലേ പോസിറ്റീവ്? താഴോട്ടല്ലേ T1 പ്ലസ് T2? മൊമെന്റ് എടുക്കുമ്പോൾ
ആ അപ്പോഴും അത് മൈനസ് ആണോ വരുന്നത്? ഫോഴ്സിൻ്റെ എടുക്കുമ്പോഴും മൈനസ് ആണല്ലോ വരുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, സെയിം ഡയറക്ഷനിലുള്ളത് ഒരുമിച്ച് എടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് എന്താ ഡിഫറെൻറ്റ് ഡയറക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് RAV നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ RBV നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ T1+T2 പോസിറ്റീവായിട്ട് എടുക്കണം. ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഏതാ ഏതാ ഫോഴ്സിൽ എടുക്കും. ഫോഴ്സിനാ ശരിക്കും നെഗറ്റീവ് വരേണ്ടത്. മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് അല്ലേ വരുന്നത്? ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും നോക്കുമ്പോൾ മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞ്. സാർ മൊമെന്റിന് ഈ T1+T2 എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ വരുന്നത്? നമ്മൾ എബൌട്ട് A എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ T1+T2 പോസിറ്റീവ് എടുത്തു, പക്ഷെ അപ്പോൾ ഇത് നെഗറ്റീവ് ആവുമല്ലോ. ആകും സാർ. അപ്പോൾ എങ്ങനെ ചെയ്തു, കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസിക്കൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, അങ്ങനെ ഇക്വേറ്റ് ചെയ്താലും മതി. ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഇക്വേറ്റ് ചെയ്താലും ആൻസർ കിട്ടും, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. എത്ര കിട്ടി RBVയുടെ വാല്യൂ? RBVയുടെ വാല്യൂ 2420 കിട്ടും. അപ്പോൾ മൊമെൻറ്റിൻ്റെ എടുത്ത് ഇനി അടുത്ത് എന്തോ സിഗ്മ F = 0. സിഗ്മ F0 വരുമ്പോൾ എന്ത് കൊടുക്കണ്ടേ? സിഗ്മ F = 0 എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ സിഗ്മ F = 0 ഒന്ന് എടുത്ത്. സാർ 2420 ആണോ കിട്ടുന്നത്? 242.0 ആണോ? 242 RBVയുടെ വാല്യൂ 2420.42 ആണ് കേട്ടോ. അപ്പോൾ RBV നമുക്ക് സിഗ്മ F എടുക്കുമ്പോൾ എങ്ങനെ വരും? സിഗ്മ F = 0 എങ്ങനെ വരും? മുകളിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്ത. പറഞ്ഞു പറഞ്ഞു ചോദിച്ചു. ഈ നമ്മള് മൊമെന്റ് ഫസ്റ്റ് എടുക്കുന്നത് B വരെ ഉള്ളല്ലോ സാർ, നമ്മൾ എടുക്കേണ്ട അത് B വരെ ഉള്ള എടുത്താൽ മതിയോ? ഏതാടാ? ഈ RBV × 600 എന്നല്ലേ ഇതിലേക്ക് എഴുതിയേക്കുന്നത്? അതെ, നമ്മൾ ഏത് പോയിന്റ് പോയിട്ടാ മൊമെന്റ് എടുക്കുന്നത്? Aയിലോട്ട്. അപ്പോൾ Aയിൽ നിന്ന് B വരെയുള്ള ഡിസ്റ്റൻസ് എത്ര? സോറി, Aയിൽ നിന്ന് B വരെ ഡിസ്റ്റൻസ് എത്ര? അത് 600. അപ്പോൾ അതല്ലേ എടുക്കണ്ടേ? അപ്പോൾ നമ്മൾ D ഇതിനകത്ത് കൺസിഡർ ചെയ്തില്ലല്ലേ? Dയിൽ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ, വെർട്ടിക്കൽ ഫോഴ്സ് ഇല്ലല്ലോ, ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് സിഗ്മ F എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? സിഗ്മ F എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? സിഗ്മ F = 0 എങ്ങനെ വരും? RAV - T1+T2 RBV = 0. RBVയുടെ വാല്യൂ അറിയാം, T1 അറിയാം, T2 അറിയാം, നമുക്ക് എന്ത് കിട്ടും? RAVയുടെ വാല്യൂ കിട്ടും. ആണോ? കിട്ടത്തില്ലേ? 3388.59. ഇനി നമ്മൾ എല്ലാം കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം ഒന്ന് ക്ലിയർ ആയിട്ട് വരയ്ക്കുക. എന്താ കിട്ടി? A എന്ന് പറഞ്ഞ പോയിന്റ്, B, ഇവിടെ C, ഇവിടെ D. RAV എത്ര? RAV എന്ന് വെച്ച് കഴിഞ്ഞാൽ 3388. RBV എത്ര? RBV എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2420 അല്ലേ? പിന്നെ ഇവിടെ എന്താണ്?
T1 plus T2 എത്ര? T1 plus T2 എത്ര? T1 plus T2 എത്ര? 5809. 5. 809. ഓക്കെ, ഇനി ഇതിൻ്റെ എന്ത് വരയ്ക്കണം? മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ എം എ എന്താണ്? എയിലുള്ള മൊമെൻറ്റ് എന്തുവാ? എയിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എടുക്കുക. എം എ എന്താണ്? എം എ 0. അടുത്ത് എം സിയോ? എം സി ഞാനാണെങ്കിൽ ലെഫ്റ്റിലോട്ട് എടുക്കുവാണെങ്കിൽ ഒരു ഫോഴ്സേ ഉള്ളൂ, റൈറ്റിലോട്ട് എടുക്കുവാണെങ്കിൽ ഒരു ഫോഴ്സ്. എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം. ലെഫ്റ്റ് അല്ലേ ചെറിയ ഡിസ്റ്റൻസ്, അപ്പോൾ ലെഫ്റ്റ് എടുക്കാം. എത്ര? എനിക്ക് ഇഷ്ടമുള്ള എടുത്തു കേട്ടോ. എം സിയുടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എം സി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആർ ഇൻറ്റു 250. എത്ര കിട്ടും? 847,147.4. അപ്പോൾ അത് കിട്ടും. അതാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അല്ലേ? എം സി ഡിസിക്കൽ ടു ഞാൻ മാർക്ക് എം സി വി മാർക്ക് ചെയ്തു അല്ലേ? ഇവിടെ എം എ വി ആണ് എം സി വി. ഇനി അടുത്ത എന്താ വേണ്ടത്? ബി. എം ബി വി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെഫ്റ്റോട്ട് എടുക്കുവാണെങ്കിൽ 2 ഫോഴ്സ് ഉണ്ട്, റൈറ്റോട്ട് എടുക്കുവാണെങ്കിലോ? ഈ റൈറ്റിലോട്ട് എടുക്കുവാണെങ്കിൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ റൈറ്റ് എം ബി വിയുടെ വാല്യൂ എന്ത് വരും? ഇല്ല. എം ബിയുടെ വാല്യൂ എന്ത് വരും? എം ബി വിയുടെ വാല്യൂ 0 വരും ഇല്ലേ? പിന്നെ അടുത്ത 0 അല്ലേ? എം ബി വിയുടെ വാല്യൂ 0. അടുത്ത ഏതാ വേണ്ടത്? എം ഡി വി. എങ്ങനാ? സാറി എം ഡി എങ്ങനെ കണ്ടുപിടിക്കും? എം ഡി വിയോ? എം ഡി വിയും അതിൻ്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എടുക്കുക. റൈറ്റിലോട്ട് എടുക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടോ? റൈറ്റിലോട്ട് എടുക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടോ? ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ 2 ഫോഴ്സ് ഉണ്ട്. ആർ ബി ബി ഉണ്ട്, ആർ എ വി ഉണ്ട്, T1 പ്ലസ് 3 ഫോഴ്സ് ഉണ്ട് ഡി എക്ക്. പക്ഷെ റൈറ്റിലോട്ട് എടുക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടോ? അപ്പോൾ എൻ ഡി വിയുടെ വാല്യൂ എന്താണ്? ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഇങ്ങനെ കിട്ടും അല്ലേ? ഇനി അടുത്ത എന്താണ് വരയ്ക്കേണ്ടത്? അടുത്ത എന്താ വരയ്ക്കേണ്ടത്? ഹൊറിസോണ്ടൽ ലോഡ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 3 ഡയമെൻഷൻ ഫിഗർ വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഇത് എ, ഇത് ബി, ഇത് സി, ഇവിടെ ഡി. ഇവിടാണ് ഒരു റോട്ടർ വന്നേക്കുന്നത് അല്ലേ? ഹൊറിസോണ്ടൽ എങ്ങോട്ടാ? T3 T4 അല്ലേ? T3 T4 ഇങ്ങോട്ട് വരച്ചുകൊണ്ട് ഇതെങ്ങോട്ടായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതെന്തു ആർ? എന്താണ് ആർ എ? ഇവിടെ എന്തായിരിക്കും? ഇതിനെ ഞാൻ ഇനി എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? പേപ്പറിൻ്റെ പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി അല്ലേ? അപ്പോൾ എയിൽ എന്ത് വരും? ആർ എ എച്ച് വരും. ബിയിലും ആർ ബി എച്ച് വരും. ഡിയിലെന്ത് വരുന്നത്? T3 പ്ലസ് T4 വരും ആണല്ലോ. ഇനി എന്തെടുക്കണം? എ എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ടോട്ട് മൊമെൻ്റ് എടുക്കണം. ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് എ എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എടുത്തേ, നിങ്ങൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്ന് എടുത്താലും മതി. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ പറ്റത്തില്ല. ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എ എന്ന് പറഞ്ഞ പോയിൻറ്റിന് മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേന് ഇത് രണ്ടും സെയിം സെൻസാണ്. അപ്പോൾ എന്തുവാ? ആർ എ എച്ച് ഇൻറ്റു 0 അല്ലേ? പ്ലസ് ആർ ബി എച്ച് ഇൻറ്റു എന്ത് വരും? ആർ ബി എച്ചിൻ്റെ മൊമെൻറ്റ് എന്ത് വരും?
ആർ ബി എച്ചിൻ്റെ മൊമെൻറ്റ് എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 600. ഏതാ? എത്ര? 600 അല്ലേ? പിന്നെ ഈക്വൽ ടു 600. ഈക്വൽ ടു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സെൻസറുള്ള എന്താ T3 പ്ലസ് T4 ഇൻറ്റു എന്ത് വരും? 600ൻ്റെ കൂടെ എന്തുകൂടെ വരും? 130 വരും അല്ലേ? അപ്പോൾ എത്ര വരും? അപ്പോൾ 730 വരും അല്ലേ? ഇതിനകത്ത് ഇത് 0 ആയിപ്പോവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആർ ബി എച്ചിൻ്റെ വാല്യൂ കിട്ടും. ആർ ബി എച്ചിൻ്റെ വാല്യൂ എത്രയാ? നയൻ ഹലോ 9300. 9300. ഓക്കെ, അത് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത സിഗ്മ എഫ് ഈക്വൽ ടു 0 എടുത്ത് ഇവിടെ എന്ത് വരും? ആർ എ എച്ച് പ്ലസ് ആർ ബി എച്ച് ഈസിക്കൽ ടു T3 പ്ലസ് T4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ ബി എച്ചിൻ്റെ വാല്യൂ കിട്ടി, T3 T4ൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. അവിടുന്ന് ആർ എ എച്ച് കിട്ടും. ആർ എ എച്ചിൻ്റെ വാല്യൂ എത്ര വരും? ആർ എ എച്ചിൻ്റെ വാല്യൂ എത്ര വരും? എത്ര കിട്ടും? നെഗറ്റീവ് വരും. മൈനസ് 1655.84. ഓക്കെ, ഈ നെഗറ്റീവ് വന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആർ എ എച്ചിൻ്റെ വാല്യൂൻ്റെ അർത്ഥം എന്താ? മുകളിലോട്ടല്ല. പിന്നെ എങ്ങനെ ആയിരിക്കും വരുന്നത് ആർ എ എച്ചിൻ്റെ ഡയറക്ഷൻ? നെഗറ്റീവ് വന്നതിൻ്റെ അർത്ഥം ആർ എച്ചിൻ്റെ വാല്യൂ നമ്മൾ എടുത്തത് മുകളിലോട്ടല്ല എടുത്തത്, പക്ഷെ നമ്മൾ ആക്ച്വലി വരയ്ക്കുമ്പോഴത്തേന് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ബെൻഡിങ് മൊമെൻറ്റം വരയ്ക്കുമ്പോഴത്തേന് ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി. ആർ എ എച്ച് നമുക്ക് എങ്ങോട്ടേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ? താഴോട്ടേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്? നമ്മൾ നേരത്തെ മുകളിലോട്ട് വരച്ചപ്പോഴാണ് നമുക്ക് എന്ത് വാല്യൂ കിട്ടിയത്? എന്ത് വാല്യൂ കിട്ടിയേ? നമ്മൾ മുകളിലോട്ട് വരച്ചപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടിയേ? നെഗറ്റീവ് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് താഴോട്ട് വരയ്ക്കുക അല്ലേ? പിന്നെ നമുക്ക് സിയിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ആർ ബി എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് തന്നെ. അപ്പോൾ നമുക്ക് ആർ ബി എച്ച് മുകളിലോട്ട് തന്നെ വരയ്ക്കാം. പിന്നെ ഡിയിൽ എന്താണോ താഴോട്ട്? ഡിയിൽ ഇവിടെ താഴോട്ട് എന്താണുള്ളത്? T3 പ്ലസ് T4. ഇനി നമ്മൾ എന്തെടുക്കണം? മൊമെൻ്റ് എടുക്കണം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. മൊമെൻ്റ് എടുക്കുമ്പോഴത്തേന് ഓരോ പോയിന്റിലെ മൊമെൻ്റ് എടുക്കണം. എ എന്ന് പറയുന്ന പോയിന്റിലെ മൊമെൻറ്റ് MA, MB, MC, MD കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് എല്ലാ പോയിന്റ്സിലെ മൊമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏതൊക്കെ MCVയും MCHും കിട്ടും. അതുപോലെ തന്നെ MDVയും കിട്ടും, MDHും കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് MCയിലുള്ള മൊമെൻറ്റ് ഇക്വൽ ടു റൂട്ട് ടോട്ടൽ MCV സ്ക്വയർ പ്ലസ് MCH സ്ക്വയർ കിട്ടും, MC കിട്ടും. അത് MDയിലുള്ള മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് MDV സ്ക്വയർ പ്ലസ് MDH സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഏത് മൊമെൻറ്റ് എടുക്കേണ്ടത്? ഇതിനകത്തുനിന്ന് ഏത് മൊമെൻറ്റ് എടുക്കണ്ടേ?
രണ്ട് മൊമെൻറ്റിനകത്തു നിന്ന് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക, ആ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എടുത്തിട്ട് ആ ബെൻഡിങ് മൊമെൻ്റ് ആണ് നമ്മുടെ ഏത് ഫോമിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്? ഡയമീറ്റർ ഈക്വൽ ടു 16/π ടോ മാക്സ് ഇൻറ്റു CM വാല്യൂ നമുക്ക് അറിയാം. പിന്നെ എമ്മിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കേണ്ടത് ആ ബെൻഡിങ് മൊമെൻ്റ് ആണ്. പ്ലസ് CTൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി അറിഞ്ഞു, ടിയുടെ വാല്യൂ ഓൾറെഡി കിട്ടി. TCയും TD ഈക്വൽ ആയതുകൊണ്ട് രണ്ടും ഒരു വാല്യൂ തന്നെ. അപ്പോൾ ടിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ അതും കൊടുത്തു, റേസ് ടു 1/3 ഉണ്ട്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്ററിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ടിപ്പിക്കൽ പുള്ളി പ്രോബ്ലം. ഇനി നമുക്ക് പുള്ളി മാറ്റിയിട്ട് ഗിയർ വരുന്ന പ്രോബ്ലം ഉണ്ട്. ഇനി പുള്ളിയും ഗിയറും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഏത് പ്രോബ്ലം വന്നാലും ഇതിൻ്റെ ബേസിക് പ്രൊസീജിയർ എല്ലാം ഈ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം പഠിച്ചു വരുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്തിട്ട് ചോദിക്കാം.